الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ റഹ്മാനായ റബ്ബ് മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് കനിഞ്ഞു നൽകിയ പുണ്യത്തിൻ്റെ പൂക്കാലമായ റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറയാൻ പ്രിയപ്പെട്ടവരെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദിവസങ്ങളിലെല്ലാം റബ്ബിനിഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ നമുക്ക് സാധിച്ചതിന് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി നാം രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നാം നിർവഹിച്ച കർമ്മങ്ങൾ റഹ്മാനായ റബ്ബ് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവരുടെ ഒട്ടനവധി ഉദ്ധരണികൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. കർമ്മങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം. അതുകൊണ്ട് നമ്മുടെ പക്കൽ നിന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവണം. നിസാരവൽക്കരിക്കപ്പെടുന്ന കർമ്മങ്ങൾ, പലപ്പോഴും ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ. പരിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക അധ്യാപനങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുക ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന
പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധൃതിപ്പെടണേ എന്നുള്ളതാണല്ലോ. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ വസാരിഉ ഫസാബിഖു. അങ്ങനെയുള്ള ഒട്ടനവധി അധ്യാപനങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. മുൻകാലക്കാരായ സ്വഹാബത്തിൻ്റെ അതല്ല എങ്കിൽ മുൻഗാമികളുടെ ജീവിതങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും താല്പര്യവും കാണിച്ചിരുന്ന ഒട്ടനവധി ചരിത്രങ്ങൾ ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉമ്മഹാത്തുൽ ഇബാദക്കപ്പുറം, അതായത് നമ്മുടെ നമസ്കാരങ്ങൾ, പ്രധാനമായി നിർവഹിക്കുന്ന കർമ്മങ്ങൾക്കപ്പുറം ഒട്ടനവധി കർമ്മങ്ങൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. സ്വർഗത്തിൻ്റെ ദറജകൾ 100ഓളം ദറജകളുണ്ട് എന്ന് നാം മനസ്സിലാക്കിയ കാര്യമാണ്. ഫിൽ ജന്നത്തി മിഅത്തു ദറജ. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് 100ഓളം ദറജകളുണ്ട്. മാ ബൈന കുല്ലി ദറജതൈനി മിൻഹുമാ കമാ ബൈന അസ്സമാഇ വൽ അർള്. ഓരോ ദറജകൾക്കിടയിലും ആകാശഭൂമിയോളം വിശാലതയുണ്ട്. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, സഖീലത്താനി ഫിൽ മീസാൻ. മീസാനിൽ കനം തൂങ്ങുന്ന ഒരു കാര്യമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു നൽകിയ വിഷയം ഏതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വളരെ എളുപ്പമാണ്. പ്രവാചകൻ്റെ അധ്യാപനം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. എടോ, നിന്റെ നാവിന് അത് വളരെ എളുപ്പമാണ്, റഹ്മാനായ റബ്ബിന് വളരെ ഇഷ്ടമാണ്. നിന്റെ തുലാസിൽ ഏറെ കനം തൂങ്ങുന്നതുമായ കാര്യമാണ്. എന്നിട്ട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യമാണ് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ സ്വർഗീയാരാമത്തിൽ വിരാജിക്കാൻ ആ 100ഓളം ദറജകൾ, വ്യത്യസ്തമായ പദവികളിൽ നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്ന എത്ര നിസാരമായ കർമ്മമാണെങ്കിലും നാം നിർവഹിക്കേണ്ടതുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ തുലാസ് കനം തൂങ്ങിയേക്കാം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ തുലാസ് കനം തൂങ്ങിയേക്കാം. നിസാരമായി നാം കാണുന്ന പ്രവർത്തനങ്ങളാൽ നാളെ റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിൽ വലിയ പദവികൾ നമുക്ക് ലഭിച്ചേക്കാം. അതുകൊണ്ട് എത്ര നാം നിസാരമായി കാണുന്ന കർമ്മങ്ങളാണെങ്കിലും അതിലൊക്കെ ഒരു താല്പര്യവും ഒരു ശ്രദ്ധയും നമുക്കുണ്ടാകണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചിന്താഗതി എന്താണ് എന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്ര മനോഹരമായിട്ടുള്ള ഹദീസാണെന്നറിയോ? ഒരു വ്യക്തി വന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം, നാളെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാൻ ഉതകുന്നൊരു കാര്യം പഠിപ്പിച്ചു തരണേ. അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കർമ്മം പഠിപ്പിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്, പിന്നെ എന്താ ചെയ്തത്? ഏത് കർമ്മം നിർവഹിക്കുമ്പോഴും ഉണ്ടാകേണ്ട ഒരു മാനസികാവസ്ഥ പ്രവാചകൻ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമസ്കാരമാണ് പ്രവാചകന്റെ ഉപമ. എന്തായിരുന്നു പ്രവാചകൻ പഠിപ്പിച്ചത്? ഇദാ കുന്ത ഫീ സ്വലാത്തിക, നീ നമസ്കാരത്തിലേക്ക് നിന്നാൽ ഫസല്ലി സ്വലാത്ത മുമദ്ദിഇൻ, ഇത് നിന്റെ അവസാനത്തെ നമസ്കാരമാണെന്ന ബോധ്യത്തോടു കൂടി നീ നമസ്കരിക്കുക. ഇത് നിന്റെ അവസാനത്തെ നിസ്കാരം. ഏത് കർമ്മം ചെയ്യുമ്പോഴും പ്രിയപ്പെട്ടവർ, ആ മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ രുചി അറിഞ്ഞുകൊണ്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയും. ഇതിൻ്റെ അവസാനത്തെ നോമ്പ് അന്നത്തെ അല്ലേ, ഇന്ന് ഞാൻ നമസ്കരിച്ച എൻ്റെ ലുഹറ്, എൻ്റെ അവസാനത്തെ ലുഹറ, ഞാൻ അസുറിന് ഉണ്ടാകൂല എന്നൊരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പേ നമ്മുടെ മാനസികാവസ്ഥയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
എന്ത് മനോഹരമായിട്ട് നമുക്ക് ആ കർമ്മം നിർവഹിക്കാൻ കഴിയും. ഏത് കർമ്മം നിർവഹിക്കുമ്പോഴും മുഅ്മിനീങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാകണം? അപ്പോൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സാന്നിധ്യത്തോടു കൂടി അതിൻ്റെ രുചി അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞുകൊണ്ട് അല്ലേ റബ്ബിൻ്റെ സാമീപ്യം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ആ കർമ്മം നിർവഹിക്കാൻ അവന് കഴിയുമെന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ രത്നച്ചുരുക്കം. പ്രിയപ്പെട്ടവരെ, കർമ്മങ്ങളില്ലാതെ നാളെ പരലോകത്ത് വിരൽ കടിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ഉമ്മത്തുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴേക്ക് വലിയ പ്രതിഫലങ്ങളാണ് റഹ്മാനായ റബ്ബ് നമുക്ക് വാരിക്കോരി തന്നിട്ടുള്ളത്. അള്ളാഹുവിനെ പറ്റിയിട്ട് പറയുന്നൊരു ഇസ്മാണ് അൽ വദൂദ് എന്നുള്ളത്. എന്താണ് അൽ വദൂദ് എന്ന് പറഞ്ഞാൽ? അടിമകളെ ഏറെ ഇഷ്ടപ്പെടുന്നവനെന്നാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും ഇഷ്ടമാവും നമുക്ക്. ഫീഹി ലൈലത്തുൻ, അതേ ഈ റമദാനിൻ്റെ ദിനങ്ങളിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് പഠിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ എങ്ങനെ പഠിപ്പിച്ചു? 1000 മാസത്തേക്കാൾ പ്രതിഫലം ഏത് നന്മ ചെയ്യുമ്പോഴും. അതായത് അള്ളാഹ് വാരിക്കോരി തരാം. നമ്മൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിക്കണം. അള്ളാഹിൻ്റെ ഇഷ്ടമാണത്. നമ്മെ നരകത്തിലിടണം എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ റഹ്മാനായ റബ്ബിൻ്റെ തീരുമാനം. ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള കുറേ കർമ്മങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടും നാളെ മനുഷ്യൻ വിലപിക്കുന്ന വിലാപത്തെ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. എത്ര ഗൗരവത്തോടു കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ആയത്തുകളൊക്കെ നാം വീക്ഷിക്കേണ്ടതെന്നറിയോ? അൻ തഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. എത്ര ഗൗരവമുള്ള ആയത്താണ്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നിനക്ക് വേണ്ടി ചെയ്യേണ്ടതിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ നാദാ, എൻ്റെ കഷ്ടമേ എന്ന് പറഞ്ഞ് മനുഷ്യർ വിലപിക്കുന്ന സന്ദർഭങ്ങൾ അത് നാളെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ ഉണ്ടായേ തീരൂ. നോമ്പ് അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് 29-30 കിട്ടിയിട്ടാണ് പൂർത്തിയായിട്ട് ആ ഒരു ദിവസത്തിൽ പെരുന്നാളിൻ്റെ തക്ബീറിൻ്റെ ധ്വനികൾ നമ്മിൽ ഉരിയാടുമ്പോൾ നാം അത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു ചിന്ത ഉണ്ട്. പടച്ചോനെ, അഹ്ല റമളാനുകളിലൂടെയും മറ്റുമൊക്കെ ഇത്ര തവണ ഖുർആനിൻ്റെയും മറ്റുമൊക്കെ പ്രതിഫലമൊക്കെ അറിഞ്ഞപ്പോൾ ഞാനത് നിർവഹിക്കണമെന്ന് ആഗ്രഹിച്ചല്ലോ നാഥാ, പക്ഷെ അതെനിക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ, വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. അവസാന 10 അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ ജീവിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീടിൻ്റെ അങ്കണത്തിൽ ഉറങ്ങി എൻ്റെ സമയം ചെലവഴിച്ചല്ലോ നാഥാ എന്നൊരു പക്ഷേ ഒരു ചെറിയ രൂപത്തിലുള്ള സങ്കടമൊക്കെ ഉണ്ടാകാം. അതാ ശവ്വാലും പെരുന്നാളിൻ്റെ ദിനങ്ങളൊക്കെ കഴിയുമ്പോൾ അതാ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ അലിഞ്ഞു ചേരും പ്രിയപ്പെട്ടവരെ. പിന്നീടും തദൈവയാണ്. എന്നാൽ മനുഷ്യൻ സങ്കടപ്പെടും. അതവൻ്റെ മരണസമയത്താണ്. അന്നൊരു തടസ്സം ഉണ്ടാവൂല, അന്ന് താങ്ങുണ്ടാവൂല, തണലുണ്ടാവൂല. പടച്ചോനെ, കർമ്മം ചെയ്യാത്തതിൻ്റെ പേരിൽ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, നാദാ എനിക്ക് ആയുസ് നൽകിയിട്ട് ആ കാലയളവിൽ നന്മകൾ ചെയ്യാതെ എൻ്റെ ജീവിതത്തെ ഞാൻ വെറുതെ ചെലവഴിച്ചല്ലോ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷ വരുത്തിയ ഒഴിവാക്കിയ അലംഭാവത്തോടെ അലസതയോടുകൂടി കണ്ട കർമ്മങ്ങൾ ഞാനൊന്ന് ചെയ്യാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പടച്ച റബ്ബേ എനിക്കൊരവസരം കൂടി നൽകുമോ എന്ന് മനുഷ്യൻ വിലപിക്കും. പക്ഷെ ആ വിലാപത്തിന് പ്രിയപ്പെട്ട അത് വിഫലമാണ്, അത് നിരർത്ഥകമാണ്, അത് ഒരിക്കലും നടക്കില്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അവസരങ്ങളാണ് റമളാൻ. ആ അവസരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരോഗ്യം. ആ അവസരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചുറുചുറുക്ക്. ആ അവസരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സാമ്പത്തിക വ്യവസ്ഥകൾ എല്ലാം പടച്ച റബ്ബ് നൽകിയ അവസ്ഥയാണ്. ആ അവസ്ഥയെ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളാകും ഏറ്റവും വലിയ നിർഭാഗ്യവന്മാർ. ഇപ്പോൾ പണ്ഡിതന്മാരുടെ ഒരു ഉദ്ധരണി കാണാൻ കഴിയും. അൽ ഇൻസാനു ബിഗഫ്ല ഹത്താ യൂഖില ബിഇല്ല,
മനുഷ്യൻ അശ്രദ്ധയിലാണ് ഒരു രോഗം കൊണ്ട് അവനെ ഉണർത്തുന്നത് വരെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അശ്രദ്ധയിലാണ് ഒരു രോഗം കൊണ്ട് ഉണർത്തുന്നത് വരെ എന്നാണ്. പലപ്പോഴും പല കാര്യത്തിലും വേണ്ട രൂപത്തിൽ സജീവമാകാതെ അല്ലേ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയോ ഖുർആനൊന്നും ഓതാൻ കഴിയാത്തൊരവസ്ഥയോ സ്വതക്ക കൊടുക്കാനൊരു 10 രൂപ പോലും പോക്കറ്റിലില്ലാത്തൊരവസ്ഥയൊക്കെ വരുമ്പോഴാണ് അവൻ ആലോചിക്കുക, വേണ്ട കാലത്ത് ഉള്ള കാലത്ത് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന്. പക്ഷെ ആ ഒരു വിലാപത്തിനും ആ ഒരു സങ്കടത്തിനൊന്നും പ്രത്യേകിച്ചൊരു കാര്യവും ഉപകാരവും ഉണ്ടാവില്ല എന്നൊരു ബോധ്യവും ചിന്തയും നമുക്കുണ്ടാകണം. നാം പ്രവർത്തിച്ചാൽ നമുക്കുണ്ടാകും പ്രിയപ്പെട്ടവരെ. അത് ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു നൽകിയതാണ്. നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്കുണ്ടാകും. എത്ര സുന്ദരമാണെന്നറിയോ ആയത്തുകളൊക്കെ. വലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സആ, മനുഷ്യനെ താന് പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. വഅന്ന സഅയഹു സൗഫ യുറാ, അവൻ്റെ പ്രയത്നഫലം വഴിയെ കാണിച്ചു കൊടുക്കും. സുമ്മ യുജ്സാഉൽ ജസാഅൽ ഔഫാ, പിന്നീട് അവൻ അതിന് ഏറ്റവും പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. നമ്മൾ പ്രവർത്തിച്ച അള്ളാഹു വാരിക്കോരി തരും. ഇതാണ് ഖുർആൻ്റെയൊക്കെ വിഷയത്തിൽ എത്ര സുന്ദരമായ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രതിഫലം പഠിപ്പിച്ച് നൽകിയത്. ഒരു ഹർഫിന് 10 ഇരട്ടി പ്രതിഫലം അല്ലേ. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. എല്ലാ കർമ്മം നമ്മൾ പ്രയത്നിച്ചതിൻ്റെ പ്രതിഫലം റഹ്മാനായ റബ്ബ് നൽകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും. നമ്മുടെ മുൻഗാമികളുടെ ജീവിത ചരിത്രം മാത്രം പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അവരൊക്കെ കർമ്മത്തിന് വേണ്ടി ജീവിതത്തിൽ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിച്ച വെമ്പൽ കൊണ്ടിരുന്ന ഒട്ടനവധി ചരിത്രങ്ങൾ നമുക്ക് കാണാം. നോക്കി, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന്, റസൂലേ എനിക്കൊരു ഖാദിമിനെ വേണം പ്രവാചകരെ. അള്ളാഹുവിൻ്റെ റസൂലേ എനിക്കൊരു ഖാദിമിനെ വേണം പ്രവാചകരെ. എന്താണ്? ഒരു സേവകനെ വേണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്നേഹോപദേശം കൊടുക്കുന്നുണ്ട്. യാ ഫാത്തിമ അലാ അതുല്ലുകി അലാ മാ ഹുവ ഖൈറുൽ ലക്കി മിൻ ഖാദിം. ഫാത്തിമ മോളെ, നിനക്കുണ്ടല്ലോ ഒരു ഖാദിമിനേക്കാൾ ഉത്തമമായ കാര്യം ഉപ്പ പഠിപ്പിച്ചു തരട്ടെയോ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താ? ഇവിടെ ഇരിക്കുന്ന 1-ാം ക്ലാസ്സുകാരനെ വിളിച്ചാലും പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. 33 സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 34 തവണ അല്ലാഹു അക്ബർ. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ചൊല്ലേണ്ടത്? രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്. ഈ ഉപദേശം കേട്ടിട്ടാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്യുന്നത്? അലിയാരെ വീട്ടിലേക്ക് പോകുന്നത് അല്ലേ. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർ വലിയ താല്പര്യമായിരുന്നു കണ്ടിരുന്നത്. സ്വർഗം കിനാവ് കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗം കിനാവ് കാണാൻ, ജീവിതത്തിൻ്റെ ദുനിയാവിൻ്റെ പല കാര്യങ്ങളിലും കിനാവ് കണ്ട് ജീവിക്കുന്നവരാ മനുഷ്യൻ. സ്വർഗം കിനാവ് കണ്ടിട്ട്. മനുഷ്യൻ്റെ ഒരു പ്രകൃതി തന്നെ എന്താണ്? ഇൻസാൻ മറക്കുന്നവനെന്ന. പക്ഷേ അവർ മറന്നില്ല. സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ അവർ മറക്കാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കാണിച്ച ത്വരയും താല്പര്യവും പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ടതുണ്ട്. അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് ജീവിതത്തിൽ നിന്ന് ഒരു ദിവസം പോലും ഒഴിവാക്കിയിട്ടില്ലേ? ഇല്ല, ഒഴിവാക്കിയിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഒരു ദിവസം പോലും ഒഴിവാക്കിയിട്ടില്ലേ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സിഫീനിൻ്റെ രാത്രിയിൽ പോലും ഒഴിവാക്കിയിട്ടില്ലേ? എന്താ പ്രിയപ്പെട്ടവരെ സിഫീൻ? പറഞ്ഞ 1 മണിക്കൂർ സിഫീന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും അല്ലേ. അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിലുണ്ടായ ഒരു ഭിന്നിപ്പാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുമാണ് 2 കക്ഷികളായിട്ട്. ഇവിടെ അവരുടെ സ്നേഹബന്ധവും സഹോദര്യബന്ധവും അനുകമ്പയും ആർദ്രതയും ഒക്കെ നാം തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടാകുന്നു നമുക്കറിയാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനത്തെ പുഞ്ചിരിയത
സഹാബത്തൊക്കെ ഇങ്ങനെ സൊഫായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, തോളോട് തോള് ചേർന്നിട്ട് ഒരു മാലയിലെ മുത്തുകളെപ്പോലെ. അത് കണ്ടിട്ടാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നത്. പ്രിയപ്പെട്ടവരെ, അത്രയും സ്നേഹമായിരുന്നു. ഇർമൂക്കിൻ്റെ ചരിത്രം നമുക്കറിയില്ലേ? ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബന്ധുവിന് വേണ്ടി ഒരു പാനപാത്രത്തിൽ വെള്ളവുമായി കൊണ്ടുപോകുമ്പോൾ ആ ബന്ധു പറയുന്നുണ്ട്, അംർ ബിനുൽ ആസ് റളിയല്ലാഹുവിൻ്റെ സഹോദരൻ ഹിശാം ബിനുൽ ആസ് ഉണ്ട്, കൊണ്ടുകൊടുക്കണം. ഹിശാം റളിയല്ലാഹുവിൻ്റെ അരികിലെത്തിയപ്പോൾ മറ്റൊരാൾക്ക് അത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്ത് പോലും അവര് സാഹോദര്യ ബന്ധം, ആർദ്രത, സ്നേഹം, വാത്സല്യം വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. മുഹാജിരിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സമയത്ത് അൻസാരികളുടെ സ്നേഹോഷ്മളമായ പ്രിയപ്പെട്ടവരെ ആശീർവാദങ്ങൾ, സ്നേഹവാചകങ്ങൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാം കണ്ടിട്ടുണ്ടല്ലോ. തൻ്റെ വീട് പകുത്തു കൊടുക്കാൻ, സമ്പത്ത് പകുത്തു കൊടുക്കാൻ, താൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച തൻ്റെ ഇണകളെ ത്വലാക്ക് ചൊല്ലിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനൊക്കെ കാണിച്ച ആ താല്പര്യത്തിൻ്റെ പേരാണ് പ്രിയപ്പെട്ടവരെ സ്നേഹമെന്നുള്ളത്. ആ സ്നേഹമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. അവർക്കിടയിൽ ചെറിയൊരു അസ്വാരസ്യം ഉണ്ടാകുമ്പോൾ എത്ര വേദനിച്ചിട്ടുണ്ടാകും അവർ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ അന്നത്തെ ഖലീഫയായിട്ടുള്ള അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒന്നും ചെയ്തില്ല എന്നുള്ളതിൻ്റെ പേരിൽ കൂടി പൊട്ടിപ്പുറപ്പെട്ട ഒരു അസ്വാരസ്യം എത്ര വേദനിച്ച ദിവസങ്ങളാകും. അതിൻ്റെ നേതൃത്വത്തിലാണ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. എന്നിട്ട് പോലും അന്ന് പോലും ചൊല്ലാൻ മറന്നിട്ടില്ലയോ എന്ന ചോദ്യത്തിന് വലാ ലൈലത്തു സിഫീൻ, സിഫീനിൻ്റെ രാത്രിയിൽ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരുന്നിട്ടില്ല. സിഫീനിൻ്റെ രാത്രിയിൽ പോലും പ്രാവർത്തികമാക്കാതിരുന്നിട്ടില്ല. ഇവിടേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? അങ്ങനെ കുറേ അനുഭവങ്ങൾ പറയല്ല. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടായ സമയത്ത്, നമ്മുടെ വീട്ടിലൊരു നോമ്പ് തുറയുണ്ടായ സമയത്ത്, നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു 4 ആളുകൾ കൂടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായ സമയത്ത്, പ്രിയപ്പെട്ടവരെ, നമുക്കെന്തെങ്കിലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തിരക്കുണ്ടായ സമയത്ത് എത്ര കർമ്മങ്ങളിൽ വെള്ളം ചേർത്തവരാ നാം. എത്ര കർമ്മങ്ങളെ നിസ്സാരമായി കണ്ടവരാ നാം. അവർ പോയ അതേ സ്വർഗത്തിലേക്കല്ലേ കുങ്ങൾക്കൊക്കെ പോകാനുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോയ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പോയ, സഹാബ കിറാമുകൾ പോയ, ജീവിതം ദീനിനു വേണ്ടി മാറ്റിവെച്ചവർ പോയ, എന്തും ത്യജിക്കാനും എന്തും കൊടുക്കാനും തയ്യാറായവർ പോയ അതേ സ്വർഗത്തിലേക്ക് എന്നല്ലേ പ്രിയപ്പെട്ടവരെ നമുക്കും പോകാനുള്ളത്? നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട്. ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തുസനു. നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യണം. നിങ്ങളൊന്ന് സ്വയം നിങ്ങളുടെ കർമ്മങ്ങൾ അളന്നു നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ ആ ഒരു തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തിപ്പോകാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവർ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ കണ്ടിരുന്ന രൂപങ്ങളാണ്. ഇപ്പോൾ നോക്കിയാൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ ഭാരമായ തൗഫീഖ് കൊണ്ട് തറാവീഹുകൾക്കും ഖിയാമുൽ ലൈലുകൾക്കും സജീവ സാന്നിധ്യമുള്ള നാം ശവ്വാലിൻ്റെ 1 മുതൽ പ്രിയപ്പെട്ടവരെ ആ ഒരു നന്മയിൽ വീഴ്ച വരുത്താൻ പാടില്ല. റമദാനിൽ എല്ലാ കർമ്മങ്ങളും ചെയ്തവൻ സ്വർഗത്ത് പോകാന്നുള്ളതല്ല. റമദാൻ എന്നുള്ളതൊരു കളരിയാണ്. ജീവിതത്തെ സംസ്കരിക്കാൻ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഇനിയുള്ള കാലഘട്ടത്തിലും ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ദിവസങ്ങൾ, ഇവിടെ നിന്ന് നേടിയെടുത്ത ചൈതന്യം, ഇവിടെ നിന്ന് നേടിയെടുത്ത പാഠവങ്ങൾ മറ്റു ദിവസങ്ങളിലും മറ്റു മാസങ്ങളിലും പ്രാവർത്തികമാക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടമുള്ള അടിമകളായിട്ട് മാറുക. അതുകൊണ്ട് സഹാബത്തിൻ്റെ ജീവിത ചരിത്രം നോക്കിയേ. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഉപദേശം എങ്ങനെയാണ്? ലൗ കാന യുസല്ലി മിനൽ ലൈൽ നിഅമർ റജുലു അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ് എത്ര നല്ലവനാണ്.
ലൗ കാന യുസല്ലി മിനൽ ലൈൽ, രാത്രി കൂടി നിസ്കരിച്ചിരുന്നുവെങ്കിൽ. പ്രവാചകന്റെ ഉപദേശങ്ങളുടെ രൂപം അതാണ് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ഓക്കെ. ഇനി നോക്കി അവരുടെ ജീവിതം, പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അധ്യാപനം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവരുടെ ജീവിതം നാം മനസ്സിലാക്കണം. ഈ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി പറയാണ്, ഫകാന അബ്ദുല്ലാ ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ. കുറച്ചല്ലാതെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഉപദേശം കേട്ടത് മുതൽ അദ്ദേഹം രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. നിങ്ങൾക്കും കഴിയോ? പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗണിക്കിനാവ് കണ്ടിട്ട് പ്രവാചകന്റെ അധ്യാപനങ്ങളെ ശിരസാവഹിക്കാൻ അവർ കാണിച്ചിരുന്ന താല്പര്യം, ത്വര നമ്മൾ അറിയുന്ന വേണം. നമുക്കൊക്കെ അറിയാം സുന്നത്ത് നമസ്കാരങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും. എന്നാൽ പലപ്പോഴും പല മേഖലയിലും അപചയം വരുന്ന, ഒരു അലംഭാവം വരുന്ന മേഖല കൂടിയാണത്. അത് സുന്നത്തല്ലേ, അതിനിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിലേക്ക് പിശാചിട്ട് തന്നിട്ടുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? മൻ സല്ലസ്നതൈ അശറത റകഅ ഫീ യൗമിൻ വലൈല ബുനിയ ലഹു ബിഹിന്ന ബൈത്തും ഫിൽ ജന്ന. ആരെങ്കിലും 12 റക്അത്ത് നമസ്കാരം രാവിലെയും വൈകുന്നേരവുമായി കൊണ്ട് നിർവഹിച്ചാൽ ബുനിയ ലഹു ബിഹിന്ന ബൈത്തും ഫിൽ ജന്ന, അവന് വേണ്ടി റഹ്മാനായ റബ്ബ് സ്വർഗീയാരാമത്തിൽ ഒരു വീട് നിർമ്മിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, കൗമാരപ്രായം മുതൽ ജീവിതോപാധി തേടിയിട്ടുള്ള യാത്രകൾക്ക് തുടക്കം കുറിക്കുന്ന സമയത്ത് തന്നെ വീട് വെക്കണമെന്നുള്ള ചിന്താഗതിയായി നടക്കുന്നവരല്ലേ? ഒരു വീടില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർ എത്രയോ ആളുകളാണ്. ഒരു വീട് വെക്കാൻ വേണ്ടി ത്യാഗപൂർണമായ ജീവിതം ജീവിക്കുന്നവര് എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. സൗത്തിൻ്റെ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ, ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം കിട്ടിയാൽ അതാണ് ഖൈർ എന്ന് പഠിപ്പിച്ച സ്വഹാബത്ത് മുന്നോട്ട് പോയ ആ സ്വർഗം. അല്ലാഹ് എന്താ പറയുന്നത്? 12 റക്അത്ത് നിസ്കരിച്ചാൽ നിനക്കൊരു വീടുണ്ട്. ഇപ്പം ഈ ഹദീസ് നമുക്കൊക്കെ അറിയാത്തവരൊന്നല്ല നമ്മളാരും. പക്ഷെ എൻ്റെ റബ്ബ് ഞാൻ ഈ കർമ്മം നിർവഹിച്ചാൽ എനിക്ക് ആ പ്രതിഫലം തരുമെന്ന ബോധ്യത്തോടു കൂടിയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. അത് കണ്ട് നിർവഹിക്കുമ്പോൾ ആ ലദ്ദത്ത് അത് ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ ഒഴിവാകുന്നൊരു സാഹചര്യം വന്നാൽ ഒരു മാനസികമായിട്ടുള്ളൊരു ഇടങ്ങേറ്, മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ ആ ഒരു ഈമാനിൻ്റെ പദവിയിലേക്ക് എത്തുക. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എൻ്റെ പ്രവാചകനിൽ നിന്ന് ഞാൻ ഈ ഒരു കാര്യം കേട്ടത് മുതൽ ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിർ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ ഈ ഒരു കാര്യം കേട്ടത് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അംബസയാണ്. അംബസയും പറയുകയാണ്, ഞാൻ ഈ കാര്യം എൻ്റെ പ്രവാചകനിൽ നിന്ന് കേട്ടത് മുതൽ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ പ്രവാചകൻ നിന്ന് കേട്ടത് മുതൽ എന്ത് ചെയ്തിട്ടില്ല? ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഒന്ന് ആലോചിച്ചോക്കേ അവരുടെ മാനസികാവസ്ഥ. അംബസയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അംർ ഇബ്നു ഔസാണ്. അംർ ഇബ്നു ഔസും പറയുകയാണ്, നുഅ്മാൻ ഇബ്നു സാലിമാണ്. പ്രിയപ്പെട്ട അംർ ഇബ്നു ഔസും പറയുകയാണ്, മാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ അംബസ, അംബസയിൽ നിന്ന് ഞാൻ കേട്ടത് മുതൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അംർ ഇബ്നു ഔസിൽ നിന്ന് ഈ ഹദീസ് കേൾക്കുന്നത് നുഅ്മാൻ ഇബ്നു സാലിമാണ്. നുഅ്മാൻ ഇബ്നു സാലിമും പറയുകയാണ്, ഇത് ഞാൻ കേട്ടത് മുതൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഇത് ഈ 12 റക്അത്ത്
സുന്നത്ത് നിസ്കാരം പലപ്പോഴും അങ്ങനെ ഇങ്ങോട്ട് ഒഴിവാക്കല പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകല്. നോക്കി നിങ്ങൾ, ആ സുബഹിൻ്റെ മുന്നേയുള്ള 2 റക്അത്ത് നിസ്കരിച്ചാലുള്ള പ്രതിഫലം എത്രയാ? റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിലുള്ളതും ദുനിയാവിലുള്ളതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമമെന്ന് റസൂലുള്ളാഹ്. ആ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇൻ്റെ റബ്ബ് ഇത്ര പ്രതിഫലം എനിക്ക് നൽകുമെന്ന ബോധ്യത്തോടു കൂടി നിസ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ കഴിയണം. ഇപ്പോൾ ളുഹറിന് മുന്നേയുള്ള 4, ശേഷമുള്ള 2, ആ വിഷയത്തിലൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, മൻ സല്ലാ അർബഅൻ ഖബ്ല ളുഹർ, ആരെങ്കിലും ളുഹർ നമസ്കാരത്തിന് മുന്നേ 4 റക്അത്ത് നമസ്കരിക്കുകയാണ്, വ അർബഅൻ ബഅദഹാ, ളുഹറിന് ശേഷം 4 നമസ്കരിക്കുകയാണെങ്കിൽ ലം തമസ്സഹുന്നാർ, അവനെ നരകം സ്പർശിക്കുകയില്ല, എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവനെ നരകം സ്പർശിക്കൂല. നോക്കി, മൻ ഹാഫള, ആരെങ്കിലും തുടർത്തുകയാണെങ്കിൽ, മറ്റൊരു റിവായത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം, നരകം അവനെ തൊട്ട് ഹറാമാകുന്നതാണ്. ഈ റവാത്തിബിലൊന്നും പെടാത്തൊരു 4 റക്അത്ത് സുന്നത്തിൻ്റെ അസ്റിന് മുന്നേയുള്ള, പലപ്പോഴും നമുക്കൊക്കെ ആ വിഷയത്തിൽ ഒരു മടിയും അലംഭാവമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ആ സുന്നത്തിനെ പറ്റിയിട്ട് പഠിപ്പിച്ച് എനിക്കതെന്നറിയോ? റഹിമല്ലാഹു ഇംറഅൻ സല്ലാ ഖബ്ലൽ അസ്രി അർബഅ, അതേ അസ്റിന് മുന്നേ 4 റക്അത്ത് നമസ്കരിക്കുന്ന റഹ്മാനായ റബ്ബിൻ്റെ അടിമയുണ്ടല്ലോ, ആ അടിമക്ക് കാരുണ്യം ലഭിച്ചവനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. അസ്റിന് മുന്നേ 4 നിസ്കരിച്ച റവാത്തിബ് പെട്ടതല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിർവഹിക്കുന്ന നിസാരമായ കാര്യങ്ങളിലൂടെ റബ്ബ് വാരിക്കോരിത്തരുന്നത്. ഇപ്പോൾ ആയത്തുൽ കുർസി നമുക്കൊക്കെ അറിയാം അല്ലേ? നമ്മളൊക്കെ ഒരു 2ാം ക്ലാസ്സിൽ 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മനപ്പാടാക്കുന്ന സൂറത്താണ് എന്ത്? ആയത്തുൽ കുർസി എന്നുള്ളത്. ആയത്തുൽ കുർസിൻ്റെ പ്രതിഫലവും ശ്രേഷ്ഠതയും മഹത്വവും എത്രയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താ പറഞ്ഞത് അല്ലേ? ആയത്തുൽ കുർസി ചൊല്ലിയിട്ട് സ്വർഗത്ത് പോകാൻ അവനിക്കുള്ള തടസ്സം മരണം മാത്രമാണ്. അതായത് എന്തായാലും സ്വർഗത്ത് പോകുന്നു. അതാണ് പ്രവാചകൻ്റെ ഉപമ, അങ്ങനെയാണ്. സ്വർഗത്തിൽ എന്തായാലും പോകും. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നാം എത്ര തവണ ആയത്തുൽ കുർസി ചെല്ലണം? എത്ര തവണ ചെല്ലണം? 8 തവണ ചെല്ലണം. 8 തവണ അല്ലേ? എപ്പോഴൊക്കെയാണ്? രാവിലെയും വൈകുന്നേരവും 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ. അത്രയും ഒറ്റ ആയത്താണുള്ളത്. നമ്മൾ പഠിക്കണം. കാണാതെ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആയത്താണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്. ഇത് കേട്ടത് മുതൽ, ഈ വിഷയത്തിൻ്റെ അറിവ് ശൈഖുൽ ഇസ്ലാമിന് ലഭിച്ചത് മുതൽ പിന്നീട് എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ജയിലിലടക്കപ്പെടുന്ന സന്ദർഭങ്ങൾ, പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങൾ, വേദനകൾ അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ, ഇതൊന്നും അവരെ പറ്റിയിട്ട് ഇല്ലാ കഥകളോ മുത്തശ്ശി കഥകളോ പഴഞ്ചൊല്ലുകളോ ഒന്നുമല്ല. അവർ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കാൻ കാണിച്ചിരുന്ന താല്പര്യവും ത്വരയുമുണ്ടല്ലോ. സ്വർഗം കിനാവ് കണ്ടിട്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗം നേടിയെടുക്കണമെന്ന ആഗ്രഹം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രമുണ്ട്. ഒട്ടകത്തിൻ്റെ ആലയിൽ ഒട്ടകത്തെ കിട്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ദർസ് എടുക്കുകയാണ്. അപ്പോൾ വരുന്ന സമയത്ത് കേട്ടത് ഇങ്ങനെയാണ്: മാമിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹ്സിനു വുളൂഅഹു സുമ്മ യഖൂമു ഫയുസല്ലി റകഅതൈൻ. ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തിയുണ്ടല്ലോ, അവൻ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ വുളു എടുക്കുകയാണ്, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. അവന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? ഇല്ലാ വജബത് ലഹുൽ ജന്ന.
അവനെന്തുണ്ട്? സ്വർഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ പണി? വുദു എടുക്കണം. പിന്നീടോ 2 റക്അത്ത്. അള്ളാഹ് നൽകുന്ന ഓഫർ എന്താണ് പ്രിയപ്പെട്ടവരെ? സ്വർഗം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയതൊന്നുണ്ട്, കാരണം നമ്മൾ ഈ ഖുത്ബകളിലൂടെ കുറേ സ്വർഗം കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത് കേട്ട സ്വഹാബത്തുണ്ടല്ലോ, ഇത് കേട്ട സ്വഹാബത്ത് അവർ വല്ലാതെ സന്തോഷിച്ചു, അവർ വല്ലാതെ ആനന്ദിച്ചു, അവർ വല്ലാതെ ആഹ്ലാദിച്ചു. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഇങ്ങനെ പുളകം കൊള്ളുക എന്ന് പറയുമല്ലോ. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വാചകം കൂടിയും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. അതിങ്ങനെയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത്? മാ മിൻകും മിൻ അഹദിൻ യതവല്ലഉ ഫയുബ്ലിഗുൽ വുളൂ. ഒരു മുഅ്മിനായിട്ടുള്ള വ്യക്തിയുണ്ടല്ലോ, ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തിയുണ്ടല്ലോ, അവൻ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ വുളൂ എടുക്കുകയാണ്. പിന്നീട് അവൻ ചൊല്ലുന്ന പ്രാർത്ഥന ഏതാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു. നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ പലപ്പോഴും അതിങ്ങട്ടൊരു വുളൂ ഇവിടെ ഇമാമ് ഇഖാമത്ത് കൊടുത്ത സമയത്ത് അതല്ല എങ്കിൽ നമ്മൾ പല മസലകളും പഠിച്ചിട്ടുണ്ടാവില്ലേ. റുക്കൂ കിട്ടിയ നിസ്കാരം കിട്ടി എന്നുള്ളതുകൊണ്ട് ആ റുക്കൂ എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ളതിൻ്റെ പേര് ഒരു വുളൂ ഉണ്ടാക്കിയിട്ട് ഒറ്റൊരു പോരലാണ്. നമുക്ക് വിളവുകളാകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹ് നൽകിയ ഇളവുകൾ പലപ്പോഴും നമ്മൾ വിളവുകളാക്കലുള്ളത്. നോക്കിയേ നിങ്ങൾ, ആ ഒരു പ്രാർത്ഥന ചൊല്ലിയാലുള്ള പ്രതിഫലം ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ്? ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ചെല്ലാള്ളൂ. അതുകൊണ്ട് കേൾക്കുമ്പോൾ അവർക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉള്ള ത്വരണ്ടല്ലോ, താല്പര്യം ഉണ്ടല്ലോ. ഇല്ലാ ഫുതിഹതു ലഹു അബ്വാബുൽ ജന്നതി സമാനിയ. ആ പ്രാർത്ഥന ചൊല്ലിയ വ്യക്തിയുണ്ടല്ലോ, അവനിതാ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറന്നു കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, യദ്ഖുലു മിൻ അയ്യിഹാ ശാആ, ഏതിലൂടെ വേണമെങ്കിലും പ്രവേശിക്കാം. ഇതൊക്കെ അള്ളാഹു നൽകുന്ന ഓഫറാണ്. ഇപ്പം നമ്മളെ മലപ്പുറം പുതുതായി വന്ന ജാംജൂമിൽ വലിയ ഓഫർ ഉണ്ട് എന്ന് പറയുമ്പോൾ തിരക്ക് പിടിച്ച് പോകും മനുഷ്യർ. അത് മനുഷ്യപ്രകൃതാണ് അല്ലേ. എന്താണോ ഒരു 50 റുപ്യ കുറഞ്ഞിട്ട് കിട്ടുക, അത് മേടിക്കാനുള്ള താല്പര്യം എത്ര ഫിനാൻഷ്യലായിട്ട് കഴിവുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഓഫറാണെന്ത്? യദ്ഖുലു മിൻ അയ്യിഹാ ശാഅ. 8 കവാടത്തിലൂടെ ഏതിലൂടെ വേണമെങ്കിലും അവന് പ്രവേശിക്കാം. അള്ളാഹ് പറഞ്ഞെന്തേ? ഒന്ന് വുദൂ എടുക്കണം, എന്നിട്ട് ഈ പ്രാർത്ഥന എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഈ ബിദ്അത്തുകളെ ഇല്ലാതാക്കിയിട്ട് ഇപ്പോൾ വുദൂഇന് ഇടയിലുള്ള അത്തരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉള്ളത് തന്നെ നമ്മൾ ചെല്ലാത്ത അവസ്ഥ പലപ്പോഴും നമുക്കുണ്ട്. പലതും ഇല്ലാന്ന് പറയുന്നിടത്ത് ഉള്ളത് നിർവഹിക്കാൻ നമ്മൾ മറന്നു പോകുന്നു. അത് നമ്മളേറെ ഗൗരവത്തോടു കൂടി കാണണം. ഇഹ്യാ സുന്ന, സുന്നത്തിനെ ജീവിപ്പിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ. സുന്നത്തിനെ ജീവിപ്പിക്കണം. അത് നമ്മുടെ ജീവിതത്തിലൂടെ അത് എന്നും നിലനിൽക്കണം. അപ്പം അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ. നമ്മൾ നന്മയിൽ നിന്ന് ഒരു കാര്യം പോലും എന്ത് ചെയ്യരുത്? നിസാരവൽക്കരിക്കരുത്. കാരണം നമ്മൾ നിസാരമായി കാണുന്ന കാര്യങ്ങളാകും പടച്ച റബ്ബിൻ്റെ സന്നിധിയിൽ സ്വർഗീയാരാമത്തിൽ വിരാജിക്കാൻ ഉതകുന്ന കർമ്മമായി മാറാം. അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കെന്തെങ്കിലുമൊക്കെ ആലോചിച്ച് നോക്കി. അതാണ് മീസാനിൽ കനം തൂങ്ങുന്ന പ്രാർത്ഥന എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രതിഫലങ്ങളൊക്കെ അങ്ങനെയാണ്. നോക്കി, എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെള്ളം ആവശ്യപ്പെട്ട് വരുന്നൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെള്ളം ചൊരിഞ്ഞു കൊടുക്കൽ, അത് പ്രതിഫലമുള്ള കാര്യമാണ്. വെള്ളം കൊടുക്കുക, അഫ്ളലു സ്വദഖതി സുഖിയൽ മാ, വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖയായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് നമ്മളെ പൈപ്പിൽ നിന്ന്, അല്ലെങ്കിൽ വീട്ടിലൊരു അതിഥി വരുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കലക്കി കൊടുത്താലുള്ള കാര്യം പറഞ്ഞത്. അത്രയും ശ്രേഷ്ഠതയും പവിത്രതയും മഹത്വവുമൊക്കെ നാം വളരെ ചെറുതായി കാണുന്നതിനടക്കം പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു എന്നുള്ള. ഇപ്പോൾ ഒരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിലാണ് എന്ത് ചെയ്തത്? ഒരു വ്യക്തിയെ എന്ത് ചെയ്ത് അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ.
അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ജനങ്ങൾക്ക് വഴിയിൽ തടസ്സമുണ്ടാക്കിയിരുന്ന ഒരു മരച്ചില്ല, അത് വെട്ടിയതിൻ്റെ പേരിൽ എവിടെയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന. അതേ സ്വഹാബ, ഞാനൊരു വ്യക്തിയെ കാണുകയാണ്. എങ്ങനെയുള്ളവനാണെന്നറിയോ? സ്വർഗത്തിൽ വിരാജിക്കുന്നവനാണ് അവൻ. എങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്? ഫീ ശജറത്തിൻ ഖതഅഹാ മിൻ ളുഹരി ത്വരീഖ് കാനത് തുദിന്നാസ. ജനങ്ങൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയിരുന്ന ഒരു മരം വെട്ടിയതിൻ്റെ പേരിലാണ് ആ വ്യക്തി സ്വർഗത്തിൽ പോയതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, പ്രവാചക നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടൊപ്പം ജീവിച്ചിരിക്കാത്തതുകൊണ്ട് വഹി ഇറങ്ങണമെന്നില്ല. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഒരു പുളിക്കൊമ്പ് അയൽവാസിക്ക് പ്രയാസം ഉണ്ടാക്കണേ വെട്ടിക്കൊടുത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ അള്ളാഹ് നമുക്ക് സ്വർഗം തന്നേക്കാം. ഒരുപക്ഷെ നമുക്ക് അള്ളാഹ് സ്വർഗം തന്നേക്കാം. അപ്പോൾ ഈമാനിൻ്റെ ശാഖയിൽപ്പെട്ട കാര്യമാണല്ലോ എന്ത്? വഴിയിലെ തടസ്സം നീക്കുക എന്നുള്ളത്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ആ രൂപത്തിൽ തന്നെ. നടന്നു പോകുന്ന സമയത്ത് ഒരു കമ്പ്, ആ കമ്പ് ആരെങ്കിലും ഒന്ന് തട്ടിത്തടഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയിൽ, പടച്ചറബ്ബേ നിൻ്റെ പ്രതിഫലം കൊതിച്ചിട്ട് ഞാനത് മാറ്റുന്നു. മാറ്റിയൊക്കെ എന്താ ഉള്ളത്? അത് ഈമാനിൻ്റെ ശാഖയിൽപ്പെട്ടതാ. എനിക്കെൻ്റെ റബ്ബിൻ്റെ സ്വർഗ്ഗമുള്ളത്, എനിക്കെൻ്റെ റബ്ബിൻ്റെ സ്വർഗ്ഗമുള്ളത്. പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മൾ നമ്മുടെ ഓരോ കർമ്മങ്ങളെയും കണ്ട് വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ രത്നച്ചുരുക്കം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇപ്പോൾ 1, 2, 3 ഒക്കെ ജനാസകൾ ഒരു മാസത്തിൽ എന്തായാലും ഉണ്ടാവും. നമ്മളൊക്കെ എന്തായാലും മരിക്കും. അതൊരു ഒരു ചിരിയോട് കൂടിയിട്ട് കാണേണ്ട കാര്യമില്ല. എന്തായാലും ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും മരിക്കും. ഇപ്പോൾ ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമുക്ക് നിർവഹിക്കാനുള്ളത് മയ്യത്തിനെ കുളിപ്പിക്കണം, കഫം ചെയ്യണം, മയ്യത്തിന് വേണ്ടി നമസ്കരിക്കണം. ഇപ്പം മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക എന്നുള്ളതിൻ്റെ പ്രതിഫലം എത്രയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രതിഫലം ഏത് രൂപത്തിലാണ് പഠിപ്പിച്ചത്? ഖീറാത്ത് എന്നാണ് പ്രവാചകൻ്റെ ഉപമ. ഇപ്പം ഖീറാത്ത് എന്താണ്? ഉഹദ് മലയോളം വരും ഒരു ഖീറാത്ത്. ഉഹദ് മലയോളം. ഇപ്പോൾ ഉംറക്ക് പോയവർക്കൊക്കെ അറിയാം അല്ലേ? ഉഹദ് ഇങ്ങോട്ട് പറഞ്ഞാൽ അത്ര ചെറിയ മലയല്ല. ഇപ്പം ജബലുർ റുമാത്ത് പറഞ്ഞ അമ്പെയ്ത്തുകാര പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിരുന്ന നേരെ ഓപ്പോസിറ്റുള്ള മലയിൽ കയറിയാലാണ് ഉഹദ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പം ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാചകമാണെന്ത്? ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത, റുക്കുവോ സുജൂദോ ഒന്നുമില്ലാത്ത ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്താനുള്ള പ്രതിഫലം എത്രയാണ്? ഖീറാത്ത്, ഉഹദ് മലയോളം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? വമൻ മൻ തബിഅ ജനാസതൻ ഹത്താ യുസല്ലി അലൈഹാ കാന ലഹു മിനൽ അജ്രി ഖീറാത്തുൻ വമൻ മശാ മഅൽ ജനാസ. പിന്നീട് പ്രിയപ്പെട്ടവരെ, ആ മയ്യത്ത് നമസ്കാരത്തിൽ മാത്രം അവൻ ഒതുക്കിയില്ല, പിന്നീട് മറമാടുന്നത് വരെ അവിടെ അവൻ്റെ സാന്നിധ്യമുണ്ടായാൽ കാന ലഹു മിനൽ അജ്രി ഖീറാത്താൻ. അതിനെന്തുണ്ട്? 2 ഖീറാത്ത് ഉണ്ട് അല്ലേ? 2 ഖീറാത്ത് ഉണ്ട്. അപ്പോൾ ഈ 2 ഖീറാത്ത് ഉണ്ട് എന്നുള്ളത് ആർക്കറിയില്ല? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അറിയില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ കരയാണ്, അവർ സങ്കടപ്പെടുകയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എത്രയെത്ര ഖറാറീത്തുകളാണ്, എത്രയെത്ര ഖീറാത്തുകളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. നമുക്ക് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ലേ? അതല്ല എങ്കിൽ മറ്റേതെങ്കിലും മാർഗേനെ ഒരു മരണവാർത്ത കേട്ട് ആ മയ്യത്ത് നമസ്കരിക്കാൻ പോകാൻ സാഹചര്യവും സൗകര്യവും സംവിധാനവുമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നിരാകരിച്ച് നിസാരവൽക്കരിച്ചിട്ട് ആ ഒരു നന്മ നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നമുക്കൊരു സങ്കടം ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചില്ലേ, ഇന്ന് ആരാ ഒരു ജനാസയെ പിന്തുടർന്ന്? അനയാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ ഞാൻ പിന്തുടർന്നു പ്രവാചകരെ. ഇന്നാരാ ഒരു രോഗിയെ സന്ദർശിച്ചത്? അനയാ റസൂലല്ലാഹ് അല്ലേ? ഇന്നാരാണ് ഒരു പാവപ്പെട്ടവരെ ഭക്ഷിപ്പിച്ചത്? അനയാ റസൂലല്ലാഹ്.
ഇന്നാരാണ് പ്രിയപ്പെട്ടവരെ നോമ്പുകാരനായിട്ടുള്ളത്? അനയാ റസൂലല്ലാഹ്. ആരാ പ്രിയപ്പെട്ടവരെ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ തറക്തു ശൈഅൻ മിൻ അംരിഹി അൻ അസീഗ. എൻ്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു കാര്യത്തിൽ പോലും ഞങ്ങൾ ഉപേക്ഷ വരുത്തിയിട്ടില്ല. ഉപേക്ഷ വരുത്താതിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഞങ്ങൾ പിഴച്ചു പോകുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ വഹ്യ് മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സ്വഹാബിയാണ്. അബൂബക്കറും ഉമറുമാണ് നാളെ യുവാക്കൾക്ക് സ്വർഗത്തിലെ നേതാവായിട്ടുണ്ടാവുക എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്വഹാബിയാ. അവരാ പറയുന്നത് എന്ത്? എൻ്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ പോലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? വീഴ്ച വരുത്തിയിട്ടില്ല. പേടിച്ചിട്ടാണ്, ഞങ്ങൾ പിഴച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് എന്ന് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെ തുലാസ് കനം തൂങ്ങണം. ആ നന്മകളുടെ തുലാസ് കനം തൂങ്ങുന്നതിന് പ്രിയപ്പെട്ടവരെ കർമ്മങ്ങൾ ഉണ്ടെങ്കിലേ മതിയാകും. ഇപ്പം നമ്മൾ വുളു എടുക്കുക, നമ്മളൊക്കെ എല്ലാവരും വുളു എടുക്കുന്നതാണ്. ഇപ്പോൾ മൻ തവല്ല ഫഹ്സനൽ വുളു ഖറജത് ഖതായ മിൻ ജസദിഹി അത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി. അല്ലേ? അവൻ്റെ നഖത്തിൻ്റെ ഇടയിൽ നിന്നടക്കം എന്ത് ചെയ്യും? അവൻ്റെ പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയുമെന്നാണ്. ഇപ്പോൾ വുളുവൊക്കെ നമ്മൾ എടുക്കാറുള്ളതാണ്. പ്രശ്നം ഞാനും വുളു, ഇപ്പോൾ മുഅ്മിനായൊരു വ്യക്തി എപ്പോഴും വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് അഭികാമ്യമാണ്. എപ്പോഴും ശുദ്ധിയോട് കൂടിയിട്ട് അവൻ്റെ ജീവിതം ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സലാം പറയാണ്. റസൂലുള്ളാഹി സലാം അടക്കണില്ല. അള്ളാഹുവിൻ്റെ റസൂല് സലാം അടക്കുന്നില്ല. ആ വുളു പൂർത്തിയായിട്ടാണ് റസൂലുള്ളാഹി സലാം അടക്കിയത്. എന്നിട്ട് റസൂലുള്ളാഹി കാര്യം കൂടി പറഞ്ഞു കൊടുത്തു, ശുദ്ധിയില്ലാതെ അള്ളാഹിനെ സ്മരിക്കാൻ അബൂ ഹുറൈറ ഞാൻ വിഷമിക്കുന്നു. നോക്കിയേ നിങ്ങൾ. അപ്പോൾ എല്ലാ സമയത്തും ശുദ്ധി ഉണ്ടാവുക എന്നുള്ള മുഅ്മിനിൻ്റെ ഒരു ഗുണവും ലക്ഷണവുമായിട്ട് നാം കാണേണ്ടതുണ്ട്. അപ്പോൾ ആ വുളു എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന എന്താ? നമ്മുടെ നഖത്തിൻ്റെ ഇടയിൽ നിന്നടക്കം പാപങ്ങൾ അള്ളാഹു കഴുകിക്കളയും. ഇപ്പം നമസ്കാരത്തെ പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പഠിപ്പിക്കുകയാണ്. വീടിൻ്റെ അരികിലൂടെ ഒഴുകുന്നൊരു നദിയിൽ നിന്ന് 5 തവണ നീ ശുദ്ധീകരണം നടത്തിയാൽ നിൻ്റെ ശരീരത്തിൽ ഹൽഫി ദറനിഹി അൽഫി ജസദിഹി, അല്ലേ, നിൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകോ? ഇല്ല റസൂലെ എന്ന സഹാബത്തിൻ്റെ മറുപടിക്ക് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശം എന്താ? സഹാബ, ഇതുപോലെയാണ് നമസ്കാരം. സഹാബ, ഈ വുളൂഇനും നമസ്കാരങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ടവരെ വലിയ പവിത്രതയും ശ്രദ്ധയുമുണ്ട്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ മറ്റൊരു ഹദീസ് കാണാൻ കഴിയും. ഓരോ അവയവത്തിൽ നിന്നും പോകുന്ന, അല്ലേ, ഓരോ അവയവങ്ങൾക്ക് ഒഴുകുമ്പോൾ എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴുകിക്കളയുമെന്ന. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക അതൂബു ഇലൈക്. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൻ്റെ മഹത്വവും ഇതിൻ്റെ പ്രതിഫലവും നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്, സമയം അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സൊഫ് കെട്ടുന്ന രംഗത്ത് പലപ്പോഴും പ്രത്യേകിച്ച് ഈ തറാവീഹ് ഖിയാമുൽ ലൈൽ പോലെയുള്ള ദീർഘമായ നമസ്കാരങ്ങളിലൊക്കെ നമുക്ക് വരുന്നൊരു അപജയമാണെന്ത്? സൊഫ് ശരിയാക്കില്ല എന്നുള്ളത്. അത് ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തോളോട് തോൾ ചേർന്ന് കാലുകൾ പരസ്പരം ചേർന്ന് നിൽക്കണം. അതാണ് സൊഫിൻ്റെ രൂപം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും വെക്കുമ്പോൾ പരമാവധി അങ്ങോട്ട് നീക്കി വെക്കും, എന്തോ ഒരു മോട്ടി കാണിക്കുക എന്ന് പറയുമല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, ആരെങ്കിലും ഒരു സഫിൻ്റെ ഇടയിലുള്ള ഒരു വിടവ് നികത്തിയാൽ വമൻ സദ്ദ ഫുർജ റഫഅഹു അല്ലാഹു ബിഹാ ദറജ, അള്ളാഹു നാളെ സ്വർഗത്തിൽ അവൻ്റെ പദവികൾ ഉയർത്തുന്നതാണേ. പ്രിയപ്പെട്ടവർ, വിട്ടു നിൽക്കാനല്ല നാം ശ്രദ്ധിക്കേണ്ടത്, അടുത്ത് നിൽക്കാൻ. അടുത്ത് നിന്നാൽ കിട്ടുന്ന ഗുണത്രയാണ്. നാളെ സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പദവികൾ ഉയർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതൊക്കെ ഇങ്ങനെ ഉൾക്കൊണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ
നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊക്കെ നമസ്കാരത്തെ എഴുത്തുദാനിൽ ചെല്ലുന്ന പ്രാർത്ഥനയാണ് എന്ത്? റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. ഇപ്പോൾ സഹാബത്തും റസൂലും ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഒരു സഹാബി ഈ പ്രാർത്ഥന ചെല്ലുകയാണ്. അള്ളാൻ്റെ റസൂൽ നിസ്കാരത്തിന് ശേഷം ആ സഹാബിയോട് ചോദിക്കുകയാണ്, മനിൽ മുത്തക്കല്ലിം ബിഹ, ആരപ്പത് ചെല്ലിയത്? ആരാ ചെല്ലിയത്? അനയാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ ഞാനാണ് ചൊല്ലിയത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലഖദ് റഅയ്തു ബിദ്അതൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹാ അയ്യുഹും യക്തുബുഹാ അവ്വൽ. സഹാബ, മലക്കൾ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് വരുന്നത് ഞാൻ കണ്ടു കേട്ടോ. ഈ ഒരു പ്രാർത്ഥനയുടെ പ്രതിഫലം എഴുതി വെക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ചെല്ലും. പക്ഷെ അതിങ്ങനെ ഒരു യാന്ത്രികമായ പ്രവർത്തന അല്ലേ? ഇമാമ റുക്കൂക്ക് പോകുമ്പോൾ നമ്മളും പോകണം, സുജൂദിന് എണീക്കുമ്പോൾ നമ്മളും സുജൂദ്, എന്തൊക്കെയാണ് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ഒരു ഹാലാവസ്ഥ, അത് പറ്റൂല. ഇതിങ്ങോട്ട് മനസ്സറിഞ്ഞ് ചെല്ലിയാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലവും ഇതിൻ്റെ മഹത്വവും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയേ മതിയാകും. ഇപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരു ദിവസം 100 തവണ ചെല്ലുകയാണെങ്കിൽ എന്താ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്നത്? അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഉപമ എന്താ? വൈൻകാനത് മിസ്ല സബദിൽ ബഹറ, കടലിലെ നുരയോളം ഉണ്ടെങ്കിലും. പ്രിയപ്പെട്ടവരെ, കടലിലെ നുര എന്നുള്ളത് നമുക്ക് അളക്കാനോ തൂക്കാനോ കണക്കാക്കാനോ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര വെച്ചിട്ട് ഒരാൾ കടലിലെ നുര കോരിയെടുക്കുക? എത്ര വെച്ചിട്ടാണ് പ്രിയപ്പെട്ടവരത് മെഷർമെൻറ്റ് ചെയ്യുക? കഴിയില്ല, അൺപോസിബിളാത്, കഴിയൂല. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കടലിലെ നുരയോളം ഉണ്ടെങ്കിൽ പോലും പാപങ്ങൾ പുറത്ത് കിട്ടും. എന്തേ ചെല്ലാൻ പറഞ്ഞ എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലാഹി വബിഹംദി, അത് മാത്രം. മറ്റേ നമ്മൾ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ കനം തൂങ്ങുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിന് നിധികളിൽപ്പെട്ട നിധി എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 തവണ ചൊല്ലിയാൽ കിട്ടുന്ന വലിയ പ്രതിഫലങ്ങൾ. ഒന്ന് ഹുഫില മിന ശൈത്താൻ, പിശാചിൽ നിന്ന് അവന് സംരക്ഷണം ലഭിച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇഷ്റാഖിൻ്റെ നമസ്കാരം എന്നുള്ളത് അല്ലേ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രീതിയായിരുന്നു എന്ത്? സുബഹി നിസ്കരിക്കും, സുബഹിസ്കരിച്ചിട്ട് എന്ത് ചെയ്യും? പള്ളിയിൽ തന്നെ ഇരിക്കും ദിക്റുകളും ദുആകളുമായിട്ട്. പലപ്പോഴും നമ്മുടെ ഈ പള്ളിയിലൊക്കെ ഇരുന്ന് ആ സമയത്ത് ദിക്റുകളും ദുആകൾക്കും അപ്പുറം പ്രിയപ്പെട്ടവരെ സംസാരങ്ങളുടെ ആധിക്യമുണ്ട്. പ്രത്യേകിച്ച് ഇഅ്തികാഫിൻ്റെ രംഗത്തൊക്കെ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പള്ളിയിലിരുന്ന് ഇങ്ങനെ വല്ല നാട്ടുവർത്താനം മുഴുവൻ പറയുണ്ടാവും. നമ്മൾ പേരിന് ഇഅ്തികാഫാവും. ഇഅ്തികാഫ് എന്താണ് എന്നുള്ള ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയിലേക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ. ഒരു ഖബറിൻ്റെ ഏകാന്തത ഉണ്ടല്ലോ, ഖബറിൻ്റെ ഏകാന്തത, അതിനെ സൂചിപ്പിക്കുന്നത് ഇഅ്തികാഫ് എന്ന്. എനിക്ക് എല്ലാത്തിൽ നിന്നും വിട്ട് നിന്നിട്ട് ഒരു ഏകാന്തത അവനക്കാണ് ഫീൽ ചെയ്യണം. അതാണ് നമ്മളവിടെ നാട്ടിലത്തെ കച്ചവടവും അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും അങ്ങോട്ട് പോകണതും ഇങ്ങോട്ട് പോകണതും. ഇവിടെ ഈ പള്ളിയിൽ നിന്ന് നമ്മളെ ബിസിനസ്സിനാണ്ട് മറ്റേ തേങ്ങ കച്ചവടം മാങ്ങ കച്ചവടം ഒക്കെ ഇവിടെ ചർച്ചയാണ്. ഹറാമാണ്, പച്ച ഹറാമാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോളാകട്ടെ സംസാരമാകട്ടെ ഒക്കെ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന പോലെ എന്താണ്? ഭയങ്കര ഗൗരവമാണ്. ആ ഗൗരവപൂർവ്വം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ കാണണം. ബൈത്തുള്ളയാണ്, അള്ളാഹിൻ്റെ വീടാണ്. അള്ളാഹുവിൻ്റെ വീടിന് കാണിക്കേണ്ട എല്ലാ മര്യാദകളും മറ്റുമൊക്കെ നമ്മൾ കാണിക്കണം. എന്നാൽ അതിനപ്പുറം ദിക്റുകളും ദുആകളും ചൊല്ലി ഒരു ജമാഅത്ത് നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി ജമാഅത്താണ് പഠിപ്പിക്കുന്നത് അല്ലേ. ആരെങ്കിലും സുബഹ് നമസ്കാരം ജമാഅത്തായിക്കൊണ്ട് നിർവഹിച്ചോ, പിന്നീട് അവൻ ഇരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ ഇരിക്കുന്നത്? ദിക്റുകളും ദുആകളും അവൻ്റെ ജീവിതത്തിൽ ഉരുവിട്ടുകൊണ്ട് സൂര്യോദയം വരെ പ്രിയപ്പെട്ടവരെ ഇരിക്കുകയാണെങ്കിൽ, എന്നിട്ട് അവൻ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രയാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അല്ലേ? ഹജ്ജും ഉംറയും ചെയ്തവനെ പോലെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞെന്താ? താമത്തിൻ എന്തായാലും കിട്ടുട്ടോ. ഇത് അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തായാലും കിട്ടുമെന്ന് ആ പ്രതിഫലം. ആ പ്രതിഫലം കൊതിച്ചുകൊണ്ട് നമ്മൾ നിർവഹിച്ചു നോക്കിയേ. ആ പ്രതിഫലം ഒന്ന് കൊതിച്ചിട്ട് ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലം എന്ന് റസൂലിനെ പഠിപ്പിക്കണേ.
പിന്നെ അതിൽ കുറവുണ്ടാവുമോ? പിന്നെ അതിലെന്തെങ്കിലും മാറ്റിത്തിരുത്തലുണ്ടാവുമോ? അപ്പോൾ ഉണ്ടാവില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടത്. ഓരോ പ്രാർത്ഥനകൾ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, സമയം അധികരിച്ചു. ജീവിതത്തിലെ പ്രാർത്ഥനകൾ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം നമുക്കുണ്ടാകരുത്. ദിക്റുകളും ദുആകളും അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ അല്ലേ, നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനേക്കാൾ, നിങ്ങൾ യുദ്ധമുഖത്ത് തൻ്റെ ശത്രുവിൻ്റെ പിരടി വെട്ടിയെടുക്കുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം സ്വഹാബ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചെന്താ? ദിക്റുള്ളയാണ് അല്ലേ, പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ, ആ ദുആകൾ പ്രിയപ്പെട്ടവരെ, കീർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രതിഫലങ്ങളാണ് അള്ളാഹു ഓരോ പ്രാർത്ഥനകളിലൂടെ ഈ മുസ്ലിം ഉമ്മത്തിന് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അഅ്ല 3 തവണയാണ് നമ്മോട് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹിൻ്റെ റസൂൽ എന്താ, ഒന്നും അവനെ ബാധിക്കില്ല. ഇത് മുൻഗാമികളുടെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അവരത് ചൊല്ലാൻ മറന്നൊരു ദിവസം തന്നെ അവർക്ക് പ്രയാസം ഉണ്ടായി. അവരെന്നെ പറയാണ്, ഞാൻ ഈ പ്രാർത്ഥന എന്ത് ചെയ്തിട്ടില്ല, ഇന്ന് ചൊല്ലിയിട്ടില്ല. പലപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും തട്ടോ മുട്ടോ വേദനയോ പ്രയാസമോ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ഇപ്പം ഇന്ന് രാവിലെ അദ്കാർ സ്വബാഹ് ചെല്ലാത്തതിൻ്റെ പേരിലാണ്, ഇന്ന് നിൻ്റെ സുബഹി ജമാഅത്ത് കിട്ടാത്തതിൻ്റെ പേരിലാണ്, ഇന്ന് പ്രാർത്ഥനകളും മറ്റുമൊക്കെ ലഭിക്കാത്തതിൻ്റെ, നമ്മളങ്ങനെയും ചിന്തിക്കൂല. അതാ വണ്ടി ക്രോസ് അടിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അവിടെ ആ പൊന്തക്കൂടെ പോയതുകൊണ്ടാണ്. അങ്ങനത്തെ ദുനിയവിയായ കാരണങ്ങളിൽ മാത്രം നാം ഒതുക്കി തീർക്കുമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അതിനപ്പുറത്തേക്കും നമ്മളെ പ്രാർത്ഥനകളുമായി കൊണ്ടുള്ളൊക്കെ ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ നമുക്ക് നാളെ സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതൊരു സംശയം. പിശാച് ഏതെല്ലാം രൂപത്തിൽ നമ്മെ പ്രയാസപ്പെടുത്താൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ പ്രയാസപ്പെടുത്തും. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുത്ത ഉപദേശം, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് 33, 33, 34, പിന്നെ നമസ്കാരത്തിന് ശേഷമുള്ള ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യത്തെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഖസ്ലത്താനി ഔ ഖല്ലത്താനി, അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഈ ഒരു കാര്യമുണ്ടല്ലോ, ഒരു മുസ്ലിമായ വ്യക്തി ജീവിതത്തിൽ തുടർത്തുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കില്ല. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, വഹുമാ യസീർ, വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ എളുപ്പമുള്ള കാര്യമാണെങ്കിലും നിർവഹിക്കുന്നവരാകട്ടെ വളരെ തുച്ഛമാണ്. ഇത് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കേട്ടോ. എന്നിട്ട് ഈ ഹദീസ് മുഴുവൻ വായിക്കുന്നില്ല. നോക്കിയാൽ നിങ്ങൾ, എന്താണ് അവനിത് ചൊല്ലാൻ കഴിയാത്തതിനുള്ള കാരണം കൂടി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇതവൻ നിർവഹിക്കുന്ന സമയത്ത് യഅതി അഹദുക്കും, അവൻ്റെ അരികിലേക്ക് എന്ത് വരും? ശൈത്താൻ കടന്നു വരും. ഫീ മനാമി, അവൻ്റെ ഉറക്ക സമയത്ത് അല്ലേ, ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചെല്ലണ സമയത്ത് ഫയുനവ്വിമുഹു ഖബല യഖൂല, അവൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുന്നേ അവനെ ഉറക്കിക്കളയുന്നതാണ്. അതിനാണ് ഉറക്കിപ്പിക്കും. നമ്മൾ മൊബൈലിൽ ഇരിക്കാവും, അങ്ങനെയാണ് നമ്മൾ ഉറങ്ങിപ്പോയി. ഈ പ്രാർത്ഥന ചെല്ലാതെ തൗഫീക്ക് എന്ത് ചെയ്യില്ല, നമുക്കാണ് കിട്ടൂല. പിശാചാണ് ഉറക്കിക്കളി. നോക്കി, എന്നിട്ട് നിസ്കാരത്തിന് ശേഷം വയതീഹി ഫീ സ്വലാത്തിഹി, അവൻ്റെ നമസ്കാരത്തിനിടയിൽ കടന്നു വരുന്നതാണ്. ഫയുദക്കിറുഹു ഹാജത്തുഹു ഖബല അൻ യഖൂലഹാ, അവൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു ആവശ്യം അവന് കിട്ടുകൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഇട്ട് കൊടുക്കും. കട തുറന്നിട്ട് ഇരിക്കുകയാണ്, കടയ്ക്ക് 4 ആൾക്കാർ വരുന്ന സമയമാണ് അല്ലേ, മോട്ടോർ ഓഫ് ചെയ്യാണ്ടെങ്കിൽ പാടത്തേക്ക് പോകാണ്ട് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്നാണ് കുട്ടിപ്പടഞ്ഞ് നീപ്പിക്കും പിശാച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം പ്രിയപ്പെട്ടവരെ പറഞ്ഞത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, നിർബന്ധമായും അനിവാര്യമായും ജീവിതത്തിൽ തുടർത്തേണ്ട കാര്യങ്ങളാണ്. ഈ റമദാൻ എന്നുള്ളത് ചൈതന്യങ്ങൾ നേടിയെടുക്കാനുള്ള ദിവസങ്ങളായിരുന്നു. നേടിയെടുത്ത ചൈതന്യം കർമ്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എല്ലാ സമയത്തും നന്മകൾ വാരിക്കൂട്ടണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായേ മതിയാകും. പ്രിയപ്പെട്ടവരെ, നാം നിസാരമായി കാണുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിലൊക്കെ വലിയ പ്രതിഫലങ്ങളാണ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്നത് എന്ന ചിന്തയും ബോധവും ഉണ്ടാകണം. പല അല്ലിമുക്കി അള്ളാൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഈ ഇന്ദൽ കറബ്, ഈ മാനസിക ടെൻഷൻ, ബുദ്ധിമുട്ട്, സങ്കടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു കാണാതെ പഠിക്കും കൂടി വേണ്ട. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ, ആ ഒരു പദം നമ്മൾ പുതിയത് പഠിക്കേണ്ടതുണ്ടോ? ഉണ്ടോ? ഇല്ല. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ, നമുക്കറിയാവുന്ന പദമാണ്, നമുക്ക് കിട്ടാവുന്ന പദമാണ്. അത് ചൊല്ലിയാൽ മതി. അവൻ്റെ സങ്കടം മാറും, അവൻ്റെ വേദന മാറും, അവൻ്റെ ബുദ്ധിമുട്ട് മാറും, അവൻ്റെ ടെൻഷൻ മാറും. പറയുന്ന ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ.
നമ്മൾ ചൊല്ലണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഹബീബിന മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ട് ജീവിതം സ്വർഗം കിനാവ് കണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും പിശാചിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നന്മയുടെ വാഹകരാകാനും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യമുണ്ടെങ്കിലും അവിടെ ഒരു ധൃതിയും താല്പര്യത്തോടുകൂടെ മുന്നേറാനും പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനൊക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ നിർവഹിച്ച ഓരോ കർമ്മങ്ങളും പഠിച്ചോനെ സ്വീകരിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, മറ്റു സൽപ്രവർത്തനങ്ങൾ നാഥ സ്വീകരിക്കണേ. വല്ല ന്യൂനതകളോ കുറവുകളോ പോരായ്മകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കബൂലാക്കണേ നാഥ. അല്ലാഹുവേ, ഇനിയുള്ള വർഷങ്ങളിലും ഇനിയുള്ള ദിവസങ്ങളിലും നന്മകൾ ചെയ്ത് നിൻ്റെ തൃപ്തി കരഗതമാക്കുന്ന അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനായി മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് നാഥ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.